ഇതിൻ്റെ ഉള്ളിൽ മുതലൊന്നും ഇല്ലല്ലോ അല്ലേ ഗായ്സ്. അവിടെ ഇത് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ നമ്മുടെ ബോട്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗായ്സ്, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യണില്ല, കാരണം ഇത് നമ്മൾ അവിടെ പിള്ളേർ അവിടെ ഉണ്ട്. സോ നമ്മൾ ഒരു ഒഴുക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ഈ ഒഴുക്കിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിരിയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ വെള്ളപ്പൊക്കം, അതുപോലത്തെ ഐറ്റംസൊക്കെ. സോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് നമ്മുടെ ജീവനൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്, ഒരു ബോട്ടാണ് സംഭവം. സോ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തേക്കുന്നത് 2200 രൂപയാണ് വില വന്നിരിക്കുന്നത്. സോ അതാണ് അൺബോക്സിങ് ആൻഡ് എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സംഭവമാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം. ഇപ്പോൾ ഒരു 2018 ശേഷമൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും നല്ല പേടിയിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതൊക്കെ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ആണെങ്കിലും വെള്ളം കയറൊക്കെ ഉണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ഒരെണ്ണം വാങ്ങി വെച്ചോ. പിന്നെ ആർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടാമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ അതുപോലെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത് എക്സ്പ്ലോറർ 200 എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൽ 2 പേർക്ക് പിന്നെ ഒരു ചെറിയൊരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ എക്സ്പ്ലോറർ 300 എന്ന സംഭവമുണ്ട്, അതിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റും, 3-4 പേർക്ക് ഇരിക്കാൻ പറ്റും. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. മോനെ എക്സ്പ്ലോറർ 200. ഓക്കെ, സോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഒരു ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു ബോട്ട് മാത്രമാണ്. അല്ലാതെ ഇതെടുത്തിട്ട് പുഴയിൽ പോകാനോ കടലിൽ പോകാനോ ഒന്നും പറ്റില്ല. എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യം വരിക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് രക്ഷപ്പെടാൻ പറ്റും. അത്രമാത്രമാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. സോ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊക്കെ. സോ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഇതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. 1.85 മീറ്റർ, 94 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഒരു ചുറ്റളവണക്കിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലൊരു എയർ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ട് അൺബോക്സ് ചെയ്യാം. മോനെ നോക്ക്, ഇതിനുള്ളിൽ നമ്മുടെ ഐറ്റം ഇരിക്കുന്നുണ്ട്. ഐറ്റംസ് കാണിച്ചു തരാം. ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ മോനെ ഇത്രയും പോകുന്നൊരു സാധനം വന്നിട്ടുണ്ട്. ഇതോടെ വയ്ക്കാം. തുഴയാനായിട്ടുള്ള നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ, ആ ഐറ്റം വന്നിട്ടുണ്ട്. ഇതിനെ പെട്ടിലുള്ള വേറെ ഒന്നും വന്നിട്ടില്ല, നമ്മുടെ ഈ ഐറ്റംസ് വന്നിട്ടുണ്ട്. സോ ഇനി ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വേറെ ഐറ്റംസ് വന്നിരിക്കുന്നത്. ഇത് മറ്റേ പങ്കായ, അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ്. ഇത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു എയർ പമ്പാണ് നമ്മുടെ എയർ അടിക്കാനുള്ളത്. പിന്നെ ഇതൊരു ഇൻസ്ട്രക്ഷൻ യൂസർ മാനുവൽ കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ പമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിക്കണം എടുക്കാനായിട്ട്. ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മറ്റേ ആ ഒരു നമ്മുടെ പങ്കായം ഇടേണ്ടത്. സോ ഇതെടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഗായ്സ് നോക്ക്, ഇത് ഇത്രയും വലുപ്പത്തിൽ ആണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. ഇതിനെ വീർപ്പിച്ച് വരുമ്പോൾ കുറച്ചും കൂടി വലുപ്പം വരും. സോ നമുക്കിതൊന്ന് വീർപ്പിച്ചെടുക്കാം. 2 എണ്ണമായിട്ടാണ് വീർപ്പിക്കേണ്ടത്. കണ്ട, ഇവിടെ ഒരെണ്ണം വീർപ്പിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം വീർപ്പിക്കാനുണ്ട്. ഇത് 2 എന്തിനാണ് സെപ്പറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോയാലും അടുത്ത ഒരെണ്ണത്തിൽ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് 2 ഇത് എയർ പമ്പ് എയർ ഹോൾ കൊടുക്കുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ എയർ പമ്പ് എടുത്തിട്ടുണ്ട്. സോ ഈ എയർ പമ്പാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ എയർ അടിക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഇത് കുറച്ച് എയറൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായി ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അടിച്ചു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ, 5-10 മിനിറ്റ്. 1/2 മണിക്കൂർ കഴിയുകയാണെങ്കിൽ ഇത് ഫുള്ള് വീർത്ത് വരും. ഒരു ലെയർ നമ്മൾ എയർ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അത്യാവശ്യം എയർ നിറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ലേ, ഒരു റിങ് കിട്ടില്ലേ നമുക്ക് വെള്ളത്തിൽ ഒഴുക്കാനായിട്ട്. സോ അതുപോലെ ഉണ്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ 95 കിലോയാണ് മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി കൊടുക്കുന്നത്. സോ ഒരു രണ്ട് പേർക്ക് ഇരിക്കാം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2 വലിയൊരു പറയാൻ പറ്റില്ല, എനിക്ക് തന്നെ ഇപ്പോൾ ഒരു 68 കിലോ ഉണ്ട്. സോ ഒരു 30 കിലോ എക്സ്ട്രാ ഒരു പേഴ്സണോട് ഇരിക്കാൻ പറ്റും. കൊള്ളാം. ഇനി ഇതിലത്തെ ഒരു ലെയറും കൂടി ഉണ്ട്. സോ ഈ ഒരു ലെയറും കൂടി നമുക്ക് നേരെ അടിക്കണം. സോ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ നമ്മൾ എയർ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ പങ്കായം വെക്കാനുള്ളതാണ്. സോ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു പങ്കായം വന്നിട്ടുണ്ട്. ജസ്റ്റ് തുറക്കാം. മോനെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ആണ്, പക്ഷേ അത്യാവശ്യം നല്ല കിടിലൻ സാധനമാണ് വന്നിക്കുന്നത്.
4 മീൻസ് ഇത് ജോയിൻ ചെയ്യാനുള്ളതാണ്. പിന്നെ എയർ അടിക്കാനുള്ള ടൈമും കാര്യങ്ങളും അധികം സമയമൊന്നുമില്ല. 1/2 മണിക്കൂർ ഇത് വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്തു. സാധനം അടിപൊളിയിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പങ്കായം വെച്ചിട്ട് ഇതിങ്ങനെ തുഴയണം, ഇവിടെ തുഴയണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഇത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലോറർ 200, എക്സ്പ്ലോറർ 300 ഉണ്ട്. ഇതിനേക്കാളും കുറച്ചും വലുതാണ്. സോ ഇതിൻ്റെ മേലുള്ള ഒരു ഈകളുടെ ചിഹ്നം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 95 കിലോ ആണ് മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി വന്നിക്കുന്നത്. ഇതിൻ്റെ മേലെ വെക്കാനുള്ള മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് പൊട്ടിക്കാം. നൈസ് ഗൈസ്. അപ്പോൾ ഇതാണ് വന്നിക്കുന്നത്. ഇത് വലിയ ഒന്നുമില്ല, കണ്ട അങ്ങനെ ഇളകണ ഒരു സാധനമാണ്. പക്ഷേ ഇത് മതിയായിരിക്കും ചിലപ്പോൾ നീന്താനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. സോ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇല്ല, ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ പിരിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ വടി ഇവിടെ സെറ്റ് ആയിട്ടിട്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം അത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് ഇതേ ഇങ്ങനെ വെക്കുക. സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യണില്ല, കാരണം ഇത് നമ്മൾ മറ്റേ പോണ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് താങ്ങി പിടിച്ച് കൊണ്ടുവരും ഞാൻ. ഗൈസ് അപ്പോൾ ഫൈനലി ബോട്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട നമ്മുടെ ഈ ഒരു ഐറ്റം ഇങ്ങനെ വെക്കാനാണ്. അപ്പോൾ നമ്മുടെ കോലിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോവില്ല. ഫൈനൽ ലുക്ക് ഇതേപോലെ ഉണ്ട് കാണാനായിട്ട്. ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഐറ്റായിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഇവിടെ അടുത്തൊരു കടവുണ്ട്. സോ അവിടെ പോയിട്ട് നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിറക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിക്കാണ്. സോ ഇവിടെ നമുക്ക് കുറച്ച് 2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് പരിചയമുള്ളവരാണ്. സോ നമ്മൾ സൈക്കിളിൽ വേണം വന്നേ. സോ ഈ സാധനം എടുത്തിട്ട് ആ കാണുന്ന ആ ഒരു തോട്ടിലിറക്കണം. അവിടെ സ്റ്റിക്കുകൾ നമുക്ക് വെക്കാനുണ്ട്. സോ ഇതും കൂടി ഇതിൽ ഫിക്സ് ചെയ്യണം. സോ നമുക്കിത് ഇറക്കിയിട്ടൊന്ന് ഫിക്സ് ചെയ്യാം. നമ്മളിത് എടുത്ത് ഇറക്കാൻ പോവാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം ഒന്ന് ഫിക്സ് ചെയ്യണം. ഇവിടെ വഴുക്കൽ കിടന്നുകൊണ്ട് ചെളി നോക്കിയേ. അയ്യോ നൈസ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈശ്വര, ഇനി നമ്മുടെ സ്റ്റിക്കൊന്ന് സെറ്റാക്കണം. എവിടെ വരെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഈ സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുക, ഇതിനുള്ളിൽ അയ്യോ ഇതിങ്ങനെ ആറ്റ. ഇതിലങ്ങനെ അത്രയും അധികം വെള്ളമൊന്നുമില്ല. ഒരാൾക്ക് പൊക്കത്തിനൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിക്ക് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ്. അവിടെ കിടന്നോളും. ഇനി അടുത്ത കോലും കൂടി ഇടണം. ഇവിടെ ഗായ്സ് അപ്പോൾ വേണ്ട, ഇവിടെ സ്ഥലം നല്ല അടിപൊളിയാണ്. ചെറുപ്പത്തിൽ കുറേ നീന്താൻ വന്നാണ് സ്ഥലം ഗായ്സ്. വാ അടി വാ ഗായ്സ്. ഇത് കൃത്യം കൺട്രോള് ഉണ്ടെങ്കിൽ മാത്രമാണ് നീന്താൻ പറ്റുള്ളൂ. കണ്ടാ നൈസ് വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബ്. ഇതിൻ്റെ ഉള്ളിൽ മുതലൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം നമ്മുടെ അപ്പോൾ അവിടെ പിള്ളേർ അവിടെ ഉണ്ട്. സോ നമ്മൾ ഒരു ഒഴുക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ഈ ഒഴുക്കിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വൈബാട്ടോ, ഫുള്ള് മരങ്ങളും. ഇതൊരു കനാലാണ്. ഇതങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പുഴയുടെ അവിടെ എത്തിച്ചേരും. അവിടെ ഒരു പാലം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ കാണണമെന്ന് അറിയില്ല. സോ സംഭവം അടിപൊളിയാണ്. ഞാൻ കുറച്ച് നേരം കൂടി നീന്തിയിട്ട് വരാം. ഇത് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും കണ്ട സീനില്ല. വേണ്ട നീന്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു നീന്തണ്ട ഒരു ഇത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. സംഭവം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ ഒരു ലൈഫ് ജാക്കറ്റ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഇതിങ്ങനെ ആരും ഇതുള്ളതുകൊണ്ട് പോയിട്ട് പുഴയിൽ ഇറങ്ങാനൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഇത് പഠിക്കാം, ഇതിൻ്റെ ഇത് പഠിക്കാനായിട്ട് നമുക്ക് സാധനം ഉപയോഗിക്കുന്നതാണ്. വാ, അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡ് ചെയ്യാൻ പോവാണ്. സോ നമ്മളെ സഹായിച്ചത് രണ്ടുപേരാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്.